അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 5ാം ക്ലാസ്സിലെ ദുറൂസുൽ ഇസ്ലാം 1ാം ഭാഗത്തിലെ 13ാമത്തെ പാഠം ഹബലുല്ലാഹിൽ മതീൻ, അള്ളാഹുവിൻ്റെ ശക്തമായ പാശം. എന്താണതെന്ന് നമുക്ക് വിശദീകരിക്കാം പാഠത്തിലൂടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് പാഠം വായിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു തആലയുടെ കിതാബാണ് ഖുർആൻ. അല്ലാഹു തആലയുടെ കിതാബാണ്, അല്ലാഹു തആല ഇറക്കിയ കലാമാണിത് ഖുർആൻ. അതിൽ നിങ്ങൾക്ക് മുമ്പുള്ളവരുടെ വൃത്താന്തങ്ങളുണ്ട്. എന്നാൽ മുമ്പുള്ളവരുടെ വർത്തമാനങ്ങൾ എവിടെ ഉണ്ട്? പരിശുദ്ധ ഖുർആനിലുണ്ട്. ഒരുപാട് അസ്ഹാബുൽ കഹ്ഫിൻ്റെ സംഭവങ്ങൾ, ഒരുപാട് നബിമാരുടെ ചരിത്രങ്ങൾ, സംഭവങ്ങൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പരിശുദ്ധ ഖുർആനിലുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ശേഷമുള്ളവരുടെ വൃത്താന്തങ്ങളുണ്ട്. നിങ്ങൾക്ക് ശേഷമുള്ളവരുടെ വാർത്തകളുണ്ട്. നിങ്ങൾക്ക് ശേഷമുള്ളവരുടെ വാർത്തകളുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ശേഷമുള്ള ഒരുപാട് കാര്യത്തെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ ഖിയാമത്ത് നാൾ സംഭവിക്കുന്നതിനെക്കുറിച്ചും, അതുപോലെ തന്നെ ഖിയാമത്ത് നാൾ എടുക്കുന്ന സമയത്ത് യജൂജ് എന്ന വിഭാഗം വരുന്ന അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ മരണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. വരാൻ പോകുന്ന സംഗതികളാണല്ലോ ഓരോ വ്യക്തികൾക്കും. അപ്പോൾ ഈ രൂപത്തിലുള്ള ഒരുപാട് വരാൻ പോകുന്ന സംഗതികളെക്കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ട വിധികളുമുണ്ട്. നിങ്ങൾക്ക് വേണ്ട വിധികളുമുണ്ട്. നാം എങ്ങനെ ഇവിടെ ജീവിക്കണം, അതുപോലെ തന്നെ എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല, എന്ത് വിശ്വസിക്കണം, എന്ത് വിശ്വസിക്കാൻ പാടില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരിശുദ്ധ ഖുർആനിലുണ്ട്. പിന്നെ അത് സത്യവും അസത്യവും വേർതിരിക്കുന്നതാണ്. സത്യത്തെയും അസത്യത്തെയും വേർതിരിക്കുന്നതാണ് പരിശുദ്ധ ഖുർആൻ. അതിൽ സത്യമല്ലാത്തതൊന്നുമില്ല. കളവായിട്ട് ഒരു കാര്യവും പരിശുദ്ധ ഖുർആനിലില്ല. ധിക്കാരം മൂലം ആരെങ്കിലും അതിനെ ഉപേക്ഷിച്ചാൽ അല്ലാഹു തആല അവനെ നശിപ്പിക്കും. ധിക്കാരം മൂലം നിന്ദ്യതയോടുകൂടെ ആരെങ്കിലും ഖുർആനിനെ എന്ത് ചെയ്തു? നിഷേധിച്ചു, അല്ലെങ്കിൽ ഒരു അവഗണന നൽകി, ആ രൂപത്തിൽ ആരെങ്കിലും ഖുർആനോട് പ്രതികരിച്ചാൽ അല്ലാഹു തആല അവനെന്ത് ചെയ്യുന്ന പറഞ്ഞത്? നശിപ്പിക്കുന്ന പറഞ്ഞത്. അല്ലാഹു തആല അവനെ ധിക്കാരം മൂലം ആരെങ്കിലും അതിനെ ഉപേക്ഷിച്ചാൽ അവനെ അല്ലാഹു തആല നശിപ്പിക്കും. അതിലല്ലാതെ സന്മാർഗം അന്വേഷിക്കുന്നവർ വഴിപിഴക്കും. നല്ല മാർഗത്തെ പരിശുദ്ധ ഖുർആനിലൂടെയല്ലാതെ നല്ല മാർഗത്തെ അന്വേഷിക്കുന്നവരെന്ത് ചെയ്യും? വഴിപിഴച്ചു പോകും. അത് അല്ലാഹു തആലയുടെ ശക്തമായ പാശമാണ്. അല്ലാഹു തആലയുടെ ശക്തമായ പാശം എന്ന് പറഞ്ഞാൽ അല്ലാഹു തആലയുടെ ശക്തമായ കയറാണ്. പാശം എന്ന് പറഞ്ഞാൽ കയറെന്നർത്ഥം. എന്ന് പറഞ്ഞാൽ സന്മാർഗത്തിലേക്ക് അല്ലാഹു തആല നമുക്ക് ഇട്ടുതന്ന ഒരു കയറാണ് ഇത് പരിശുദ്ധ ഖുർആൻ. ആ ഖുർആൻ നാം മുറുകെ പിടിച്ച് ജീവിക്കുകയാണെങ്കിൽ നമുക്ക് സന്മാർഗം നേടിയെടുക്കാൻ കഴിയും. അതുകൊണ്ടാണ് പറഞ്ഞത് ശക്തമായ അല്ലാഹുവിൻ്റെ ശക്തമായ പാശമാണ് എന്ന് പറഞ്ഞത്. തത്വസമ്പൂർണമായ ദിക്റാണ് പരിശുദ്ധ ഖുർആൻ. തത്വസമ്പൂർണമായ ദിക്റാണ്. അപ്പോൾ അത് പാരായണം ചെയ്താൽ നമുക്ക് കൂലി ലഭിക്കും. ഖുർആനിലെ ഒരു ഹർഫ് ഓതിയാൽ എത്ര പ്രതിഫലം എന്നുള്ളതൊക്കെ നമുക്ക് അറിയാവുന്നതല്ലേ. അതുപോലെ തന്നെ നേർമാർഗമാണ്, സന്മാർഗമാണ്, നല്ല മാർഗമാണ് പരിശുദ്ധ ഖുർആൻ. ഇച്ഛാനുസരണം അതിനെ മാറ്റാൻ കഴിയില്ല. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അതിനെ മാറ്റി തിരുത്താൻ നമുക്ക് എന്ത് ചെയ്യില്ല? കഴിയില്ല. വിശ്വാസികളുടെ നാവുകൾക്ക് അത് പ്രയാസകരമാവുകയില്ല. പരിശുദ്ധ ഖുർആൻ ഓതുക എന്ന് പറയുന്നത് വിശ്വാസികൾക്ക് അതൊരു പ്രയാസകരമാവുകയില്ല. പണ്ഡിതന്മാർക്ക് അത് പഠിച്ച് മതി വരില്ല. പണ്ഡിതന്മാർക്ക് പരിശുദ്ധ ഖുർആനെ പഠിച്ചാൽ മതി വരികയില്ല. ആവർത്തനാധിക്യം കൊണ്ട് അതിൻ്റെ പുതുമ നശിക്കുകയില്ല. പരിശുദ്ധ ഖുർആനിൽ ആവർത്തിച്ചു വന്ന കുറേ ആയത്തുകളുണ്ടല്ലോ. ഫബി അയ്യി ആലാഇ റബ്ബിക്കുമാ തുകദ്ദിബാൻ, സൂറത്തു റഹ്മാനിൽ ഒരുപാട് തവണ വന്നിട്ടുണ്ട്. എന്നിട്ട് ആർക്കെങ്കിലും തോന്നിയോ അതൊരു അധികപ്പറ്റായിരുന്നോ? ആർക്കും തോന്നിയിട്ടില്ലല്ലോ. ആവർത്തനാധിക്യം ഒരുപാട് തവണ ആവർത്തിച്ചു വന്നു എന്നതുകൊണ്ട് അതിൻ്റെ പുതുമ എന്താവുകയില്ല? നശിക്കുകയില്ല. അതിലെ അത്ഭുതങ്ങൾ അവസാനിക്കുകയില്ല. ഖുർആൻ അനുസരിച്ച് പറയുന്നവന് സത്യസന്ധനാണ്. ഖുർആൻ അനുസരിച്ച് പറയുന്നവൻ സത്യസന്ധനാണ്. അതനുസരിച്ച് പ്രവർത്തിക്കുന്നവന് പ്രതിഫലം ലഭിക്കും. ഖുർആൻ അനുസരിച്ച് പ്രവർത്തിക്കുന്നവന് പ്രതിഫലം ലഭിക്കും. അതനുസരിച്ച് വിധിക്കുന്നവൻ നീതിമാനാണ്. അതിലേക്ക് ക്ഷണിക്കുന്നവൻ നേർമാർഗത്തിലേക്ക് നയിക്കപ്പെടും. ഖുർആനിലേക്ക് ക്ഷണിക്കപ്പെടുന്നവൻ ക്ഷണിക്കുന്നവൻ നേർമാർഗത്തിലേക്ക് നയിക്കപ്പെടും. ഇനി ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറക്കപ്പെട്ടതും പാരായണം ചെയ്താൽ പ്രതിഫലം ലഭിക്കുന്നതും പിഴവ് വരാത്ത വിധം നമ്മിലേക്ക് എത്തിയതും സൂറത്തുൽ ഫാത്തിഹ കൊണ്ട് തുടങ്ങി സൂറത്തുൽ നാസ് കൊണ്ട് അവസാനിക്കുന്നതും അമാനുഷികവുമായ അല്ലാഹു തആലയുടെ കലാമാണ് ഖുർആൻ. അപ്പോൾ എന്താണ് ഖുർആൻ എന്നുള്ളതിൻ്റെ ആൻസറാണ് ഇവിടെ പറഞ്ഞത്. ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറക്കപ്പെട്ടതും
പാരായണം ചെയ്താൽ പ്രതിഫലം ലഭിക്കുന്നതും പിഴവ് വരാത്ത വിധം നമ്മിലേക്ക് എത്തിയതും സൂറത്തുൽ ഫാത്തിഹ കൊണ്ട് തുടങ്ങി സൂറത്തുൽ നാസ് കൊണ്ട് അവസാനിക്കുന്നതും അമാനുഷികവുമായ അല്ലാഹു തആലയുടെ കലാമാണ് ഖുർആൻ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എന്നെന്നും നിലനിൽക്കുന്ന മുഅ്ജിസത്താണ് ഖുർആൻ. ഈ മുഅ്ജിസത്തിന് പല മുഖങ്ങളുമുണ്ട്. അവയിൽ ചിലത് താഴെ പറയുന്നവയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും വലിയ മുഅ്ജിസത്താണ് ഖുർആൻ. ആ ഖുർആൻ മുഅ്ജിസത്താകാനുള്ള കാരണം എന്താ? ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽപ്പെട്ട ചില കാരണങ്ങൾ താഴെ പറയുന്നു. അതാണ് പറയുന്നത്. ഒന്ന്, സാഹിത്യമേന്മ. നല്ല സാഹിത്യത്തോടുകൂടെയാണ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല അവതരിപ്പിച്ചത്. ഖുർആൻ ഏറ്റവും വലിയ സാഹിത്യമാണ്. അതുപോലെയുള്ള മറ്റൊന്ന് ഒരു ഭാഷയിലുമില്ല. അതിലെ ഒരു ചെറിയ അധ്യായത്തിന് തുല്യമായതുപോലെ നിർമ്മിക്കാൻ ആർക്കും കഴിയില്ല. പരിശുദ്ധ ഖുർആനോട് തുല്യമായ, ആ ഖുർആനോട് തുല്യമായത് പോയിട്ട് ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്താകുന്ന ഇന്നാ അഅ്തൈനാക സൂറത്ത്, ആ സൂറത്തിലേക്ക് സൂറത്തുൽ കൗസർ, ആ സൂറത്തിനോട് തുല്യമായ ഒരു സൂറത്ത് വരെ കൊണ്ടുവരാൻ ഇന്നവരാർക്കും സാധിച്ചിട്ടില്ല. അപ്പോൾ അത്രക്കും സാഹിത്യത്തിലാണ് പരിശുദ്ധ ഖുർആൻ അല്ലാഹു തആല ഇറക്കിയിട്ടുള്ളത്. ഇനി പ്രവചനങ്ങൾ, ഖുർആനിലുള്ള പ്രവചനങ്ങൾ എന്തെല്ലാമാണ്? ഖുർആനിലുള്ള പ്രവചനങ്ങളെ, ഖുർആനിൽ പല പ്രവചനങ്ങളുണ്ട്. അവയിൽ പലതും പുലർന്നു, ബാക്കിയുള്ളവ പുലരാനിരിക്കുന്നു. ബദറിൽ മുസ്ലിങ്ങൾ വിജയിക്കുമെന്നും പിൽക്കാലത്ത് റോമക്കാർ പേർഷ്യക്കാരെ കീഴടക്കുമെന്നും ഖുർആൻ പ്രവചിക്കുകയും അത് പുലരുകയും ചെയ്തു. ബദറിൽ മുസ്ലിങ്ങൾ വിജയിച്ചല്ലോ. ഫസ്റ്റത്തെ ഇസ്ലാം പ്രവചനങ്ങളിൽ ഒന്നാമതായിട്ട് പറഞ്ഞത് ബദറിൽ മുസ്ലിങ്ങൾ വിജയിക്കുമെന്ന്. അതുപോലെ തന്നെ പിൽക്കാലത്ത് റോമക്കാർ പേർഷ്യക്കാരെ കീഴടക്കും, അതും പറഞ്ഞിട്ടുണ്ട് സൂറത്തുർ റൂമിൽ. അലിഫ് ലാം മീം ഗുലിബത്തിർ റൂം എന്ന് പറയുന്ന സൂറത്തിലൂടെ അത് പറഞ്ഞിട്ടുണ്ട്. റോമക്കാർ എന്ത് ചെയ്യും? പേർഷ്യക്കാരെ കീഴടക്കുമെന്ന് ആ സൂറത്തിലൂടെ പറയുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് പ്രവചനങ്ങൾ ഖുർആൻ നടത്തി. അതിൽ പലതും പുലർന്നു, ഇനി പലരും ഏത് ചെയ്യുന്നു? പുലരാനിരിക്കുന്നു. അതിൽപ്പെട്ടതാണ് ഇത് ഖിയാമത്ത് നാൾ എന്ന് പറയുന്ന ഇതുപോലെയുള്ള ഈ സംഭവങ്ങളൊക്കെ. ഇനി അടുത്തത് സമ്പൂർണ്ണ നിയമങ്ങൾ. മനുഷ്യരുടെ ജീവിത വിജയത്തിനാവശ്യമായ വിശ്വാസപരവും കർമ്മപരവും സ്വഭാവപരവുമായ എല്ലാ നിയമനിർദ്ദേശങ്ങളും ഖുർആനിലുണ്ട്. മനുഷ്യൻ്റെ വിജയത്തിനാവശ്യമായ വിശ്വാസപരമായ കാര്യങ്ങൾ, എന്ത് വിശ്വസിക്കണം എന്ത് വിശ്വസിക്കരുത്, പരിശുദ്ധ ഖുർആനിലുണ്ട്. കർമ്മപരവും, ഏതെല്ലാം പ്രവർത്തനങ്ങൾ ചെയ്യണം, ചെയ്യാൻ പാടില്ല, കള്ളു കുടിക്കാൻ പാടില്ല, നിസ്കരിക്കണം, അതുപോലെ തന്നെ നോമ്പനുഷ്ഠിക്കണം, ഹജ്ജ് ചെയ്യണം, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും ഉപേക്ഷിക്കാനും പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സ്വഭാവപരവുമായ നമ്മുടെ സ്വഭാവം എങ്ങനെയായിരിക്കണം, സൽസ്വഭാവമായിരിക്കണം ഓരോരുത്തരുത്, ഇങ്ങനെയുള്ള സ്വഭാവവുമായി സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ പരിശുദ്ധ ഖുർആനിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ഇനി സ്വാധീന ശക്തി. ഖുർആൻ ഹൃദയങ്ങളെ സ്വാധീനിക്കാനുള്ള അപാര ശക്തിയുണ്ട്. ഇസ്ലാമിനെ കഠിനമായി എതിർത്തിരുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖുർആൻ കേട്ട മാത്രയിൽ മാനസാന്തരമുണ്ടായി. ലോകം മുഴുവൻ ഖുർആൻ ആയിരങ്ങനെ സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ മുമ്പത്തെ പാഠത്തിൽ പഠിച്ചതാണ്. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു പരിശുദ്ധ ഖുർആൻ കേട്ടുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന വിഷയം. അതാണ് ഈ ഖുർആനിൻ്റെ സ്വാധീന ശക്തി എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരുപാട് സ്വഹാബാക്കൾ, ഒരുപാട് ആളുകൾ ഖുർആൻ കേട്ടുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് തദ്രീബാത്തിൽ ആ കാര്യം പറയും. അടുത്തത് വൈജ്ഞാനിക മേന്മ. ഖുർആൻ എല്ലാ വിജ്ഞാനങ്ങളുടെയും സ്രോതസ്സാണ്. എല്ലാ വിജ്ഞാനങ്ങളും അടിത്തറയാണ്, സ്രോതസ്സാണ് ഏത്? പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. എല്ലാ അറിവുകളും ശാസ്ത്രങ്ങളുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളും ഖുർആനിലുണ്ട്. എല്ലാ അറിവുകളും ശാസ്ത്രങ്ങളുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളും എവിടെയുണ്ട്? ഖുർആനിലുണ്ട്. പരിശുദ്ധ ഖുർആനിൽ ശാസ്ത്രപരമായിട്ട് ഗവേഷകർ കണ്ടെത്തുന്ന കാര്യങ്ങളൊക്കെ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. സൂര്യൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് പരിശുദ്ധ ഖുർആനിലെ യാസീൻ സൂറത്തിലൂടെ അല്ലാഹു തആല നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതേ കാര്യങ്ങൾ ശാസ്ത്രങ്ങളും കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ശാസ്ത്രം കണ്ടെത്തുന്നതിന് മുമ്പ് തന്നെ പരിശുദ്ധ ഖുർആനിൽ ആ വിഷയങ്ങളൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹി ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറാ. ഖുർആൻ അല്ലാഹു തആലയിൽ നിന്നല്ലായിരുന്നെങ്കിൽ അതിൽ ധാരാളം വൈരുദ്ധ്യം കാണുമായിരുന്നു. ഖുർആൻ അല്ലാഹു തആലയിൽ നിന്നല്ലായിരുന്നെങ്കിൽ അതിൽ ധാരാളം വൈരുദ്ധ്യങ്ങൾ കാണുമായിരുന്നു. ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് തദ്രീബാത്ത് വായിക്കാം. ഒന്നാമത്തെ നഖ്റ വനഫം വായിച്ച് മനസ്സിലാക്കാൻ അഖീദ, വിശ്വാസം, ഇൽമ്, ശാസ്ത്രം, സ്രോതസ്, ഉത്ഭവസ്ഥാനം, വൃത്താന്തം,
വർത്തമാനം, മാനസാന്തരം, മനസ്സ് മാറൽ, പിന്നെ തഅ്സീർ, സ്വാധീനം, അങ്ങനെയുള്ള വാക്യങ്ങളൊക്കെ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കുക. രണ്ടാമത്തെ നംലഉൽ ഫറാഗ്, വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ്. ഒന്ന്, എല്ലാ വിജ്ഞാനങ്ങളുടെയും ഡാഷാണ് ഖുർആൻ, സ്രോതസ്സാണ് ഖുർആൻ. രണ്ട്, പരിശുദ്ധ ഖുർആൻ ലോകം മുഴുവൻ ആയിരങ്ങളെ സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്നു. മൂന്നാമത്തെ, ഏറ്റവും വലിയ സാഹിത്യമാണ് പരിശുദ്ധ ഖുർആൻ. നാല്, ഖുർആനിലെ ഒരു ചെറിയ അദ്ധ്യായത്തിന് തുല്യമായതുപോലും നിർമ്മിക്കാൻ ആർക്കും കഴിയില്ല. അഞ്ച്, മനുഷ്യരുടെ ജീവിത വിജയത്തിന് ആവശ്യമായ എല്ലാം ഖുർആനിലുണ്ട്. ഇനി അടുത്ത നുക്കമ്മിലുൽ ഖാൻ, ഒരു കോളം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ നടുവിൽ അൽ ഖുർആൻ എഴുതിയിട്ടുണ്ട്. ഒന്നവിടെ എഴുതി കൊടുത്തിട്ടുണ്ട് അള്ളാഹുവിൻ്റെ കിതാബ്. അതേ രൂപത്തിൽ നമുക്ക് ബാക്കിയുള്ള കോളങ്ങൾ പൂർത്തിയാക്കണം. അപ്പോൾ കുറച്ച് വലിപ്പത്തിലാകാൻ വേണ്ടി കോളത്തിലല്ലാതെ എഴുതിയിട്ടുണ്ട്, അത് കോളത്തിലേക്ക് എഴുതി കൊടുക്കുക. ഒന്നാമത്തെ, തത്വസമ്പൂർണമായ ദിക്റാണ്, സത്യം മാത്രമാണ് ഖുർആൻ. അല്ലാഹു തആലയുടെ ശക്തമായ ഭാഷമാണ്. നിങ്ങൾക്ക് ശേഷമുള്ളവരുടെ വാർത്തയാണ്, നേർമാർഗമാണ്, ജീവിത ഭരണഘടനയാണ്. നിങ്ങൾക്ക് മുമ്പുള്ളവരുടെ വർത്തമാനമാണ്, അള്ളാഹുവിൻ്റെ കലാമാണ്. ഏറ്റവും വലിയ സാഹിത്യമാണ്, എല്ലാ വിജ്ഞാനങ്ങളുടെയും സ്രോതസ്സാണ്. ഫാത്തിഹ സൂറത്ത് കൊണ്ട് തുടങ്ങുന്നതാണ്, ഹൃദയങ്ങളെ സ്വാധീനിക്കാൻ കഴിവുള്ളതാണ്. മനുഷ്യരുടെ ജീവിത വിജയത്തിനാവശ്യമായ എല്ലാ നിയമങ്ങളുമുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തങ്ങളുടെ എന്നെന്നും നിലനിൽക്കുന്ന മുഅ്ജിസത്താണ്. സത്യവും അസത്യവും വേർതിരിക്കുന്നതാണ്. ഇനി അടുത്തത് നുജീബ്, ഉത്തരം എഴുതാനാണ്. ഒന്ന്, ഖുർആൻ എന്നാൽ എന്താണ്? ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇറക്കപ്പെട്ടതും പാരായണം ചെയ്താൽ പ്രതിഫലം ലഭിക്കുന്നതും പിഴവ് വരാത്ത, പാന്നായി പോയിട്ടുണ്ട്, ഫത്തഹായിട്ടുണ്ട്, കസ്റാക്കണം, പിഴവ് വരാത്ത വിധം നമ്മിലെത്തിയതും സൂറത്തുൽ ഫാത്തിഹ കൊണ്ട് തുടങ്ങി സൂറത്തുൽ നാസ് കൊണ്ട് അവസാനിക്കുന്നതും അമാനുഷികവുമായ അല്ലാഹു തആലയുടെ കലാമാണ് ഖുർആൻ. രണ്ടാമത്തേത്, പരിശുദ്ധ ഖുർആനിൻ്റെ മഹത്വത്തെക്കുറിച്ച് 4 വാചകം എഴുതുക. അപ്പോൾ സത്യവും അസത്യവും വേർതിരിക്കുന്നതാണ് ഖുർആൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ മുഅ്ജിസത്താണ്. അടുത്തത്, തത്വസമ്പൂർണമായ ദിക്റാണ്, നേർമാർഗമാണ്. അങ്ങനെ ഏത് 4 കാര്യങ്ങളും അവിടെ എഴുതി ചേർക്കാം. മൂന്നാമത്തേത്, പുലർന്ന ഖുർആനിക പ്രവചനത്തിന് ഉദാഹരണം എഴുതുക. ആൻസർ, ബദറിൽ മുസ്ലിങ്ങൾ വിജയിക്കുമെന്ന് ഖുർആൻ പറഞ്ഞത് പുലർന്നിട്ടുണ്ട്. അടുത്ത, പരിശുദ്ധ ഖുർആനിൻ്റെ സ്വാധീന ശക്തിക്ക് ഉദാഹരണം എഴുതുക. ഇസ്ലാമിനെ കഠിനമായി എതിർത്തിരുന്ന ഉമർ റളിയല്ലാഹു അൻഹുവിന് ഖുർആൻ കേട്ട മാത്രയിൽ മാനസാന്തരമുണ്ടായി. അത് ഖുർആനിൻ്റെ ഒരു സ്വാധീന ശക്തിയാണ്. അഞ്ചാമത്തേത്, പരിശുദ്ധ ഖുർആനിൻ്റെ സാഹിത്യമേന്മകൾക്ക് തെളിവ് എഴുതുക. ആൻസർ, ഖുർആൻ പോലെയുള്ള മറ്റൊന്ന് ഒരു ഭാഷയിലുമില്ല. അതിലെ ഒരു ചെറിയ അദ്ധ്യായത്തിന് തുല്യമായത് പോലും നിർമ്മിക്കാൻ ആർക്കും കഴിഞ്ഞില്ല. അത് തന്നെയാണ് ഏറ്റവും വലിയ സാഹിത്യം. ഇനി നുൻഷിഉൽ ജുമല, പദങ്ങൾ വെച്ചിട്ട് നമുക്ക് എഴുതാനാണ്. ഒന്ന്, മാനസാന്തരം. അപ്പോൾ നമ്മളിതും ഉമർ റളിയല്ലാഹു അൻഹുവിന് ഖുർആൻ കേട്ട മാത്രയിൽ മാനസാന്തരമുണ്ടായി. 2, ഇച്ഛാനുസരണം. ഖുർആനിനെ ഇച്ഛാനുസരണം മാറ്റാൻ കഴിയില്ല. അടുത്ത്, കേട്ട മാത്രയിൽ. ഉമ്മാൻ്റെ വിളി കേട്ട മാത്രയിൽ അവരുടെ അടുത്തേക്ക് ഓടി. അടുത്തത്, പുലർന്നു. ഖുർആൻ പറഞ്ഞ ചിലതൊക്കെ പുലർന്നിട്ടുണ്ട്. ഇനി അടുത്തത് ഇഅ്ജാസുൽ ഖുർആൻ, തഖ്സീസാണ്. അതിൽ ഇഅ്ജാസുൽ ഖുർആൻ എന്ന വിഷയത്തിൽ ഒരു പ്രബന്ധം തയ്യാറാക്കുന്ന, പരിശുദ്ധ ഖുർആൻ അമാനുഷികം എന്ന വിഷയത്തെക്കുറിച്ച് പ്രബന്ധം നമുക്ക് നോക്കാം. അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ ഇറക്കപ്പെട്ടതാണ് പരിശുദ്ധ ഖുർആൻ. ഖുർആൻ ശാശ്വതമായ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്നതുമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അമാനുഷികതയാണ്. ഏത് വിധ സാഹിത്യത്തിലും ഖുർആനിനെ പോലെ ഒരു ഗ്രന്ഥം എത്തിക്കാൻ കഴിയില്ല. അതിലെ ഏറ്റവും ചെറിയ ഒരു അധ്യായത്തിന് തുല്യമായ ഒന്ന് കൊണ്ടുവരാൻ ഖുർആൻ സൃഷ്ടികളെ വെല്ലുവിളിച്ചു. ഉയർച്ചയും താഴ്ചയുമായി അറബി ഭാഷയിൽ വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങൾ കടന്നുപോയിട്ടുണ്ട്. ഉത്ബത്ത് ബിൻ റബിയയെ പോലെയും വലീദ് ബിൻ മുഗീറയെ പോലെയുമുള്ള സാഹിത്യകാരന്മാർ കഴിഞ്ഞു പോയിട്ടും ഇതുവരെ ആ വെല്ലുവിളിയെ നേരിടാൻ സാധിച്ചിട്ടില്ല.
ഖുർആൻ സന്മാർഗവും പ്രകാശവും പ്രചരിപ്പിച്ചുകൊണ്ട് ഇവിടെ നിലനിൽക്കുന്നു. പരിശുദ്ധ ഖുർആൻ കേട്ടുകൊണ്ട് വിശ്വസിച്ചവരിൽപ്പെട്ടവരാണ് ഉമർ റളിയല്ലാഹു അൻഹു, ഉസൈദ് ബിൻ ഹുദൈർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ളവർ. കിഴക്കും പടിഞ്ഞാറുമുള്ള ഖുർആനിൻ്റെ അനുയായികളുടെയും ശത്രുക്കളുടെയും ഹൃദയങ്ങളിൽ ഖുർആൻ സ്വാധീനം ചെലുത്തിക്കൊണ്ടേയിരിക്കും. ഇൻഷാ അല്ലാഹ് ഇനിയും ഇത് വിശാലമാക്കി എഴുതാം. അള്ളാഹു ഇതോടെ തദ്രീബാത്ത് കഴിഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു തആല പരിശുദ്ധ ഖുർആനിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാവരുടെയും എല്ലാ ദോഷങ്ങളും അള്ളാഹു തആല പുറത്തു തരുമാറാകട്ടെ. നമ്മുടെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ അള്ളാഹു തആല തീർത്തു തരുമാറാകട്ടെ. നാഫിയ ഇൽമു പഠിക്കാനും പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുവാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.